Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 6th സെമസ്റ്റർ എക്സാംസ് ഏപ്രിൽ 3-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് മെജോറിറ്റി സബ്ജക്ട്സിന്റെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ BCom 6th സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ അഡീഷണൽ പേപ്പർ പ്രൊജക്ടിന് പകരമുള്ള സബ്ജക്റ്റ് ആണ് റിസർച്ച് മെത്തഡോളജി. സോ ഇതിന്റെ പാറ്റേൺ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ്, ടൈം എത്രത്തോളം ഉണ്ട്, സാധാരണ നോർമൽ എക്സാം പോലെയല്ലല്ലോ. സോ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് എസ്സേ ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം. സോ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ റിസർച്ച് മെത്തഡോളജി ഇതാണ് അഡീഷണൽ പേപ്പർ. BCom BBA സ്റ്റുഡൻസിൻ്റെ അഡീഷണൽ സബ്ജക്റ്റ് ആണ് പ്രൊജക്റ്റിന് പകരം. അപ്പോൾ സാധാരണ ഉള്ള ടൈമല്ല അഡീഷണൽ പേപ്പറിന് വരുന്നത്. ഇവിടെ നമുക്ക് 2 മണിക്കൂർ മാത്രമാണ് എക്സാം വരുന്നത്. 60 മാർക്കിൻ്റെ എക്സാമാണ് എക്സ്റ്റേണല്, 15 മാർക്കാണ് അവിടെ ഇന്റേണൽ. എന്ന് വെച്ചാൽ MCQ 15 മാർക്കും 60 മാർക്ക് എക്സ്റ്റേണലും, അങ്ങനെ ടോട്ടൽ 75 മാർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 60 മാർക്കിൻ്റെ എക്സാം ആയതുകൊണ്ട് തന്നെ അതിൽ പാർട്ട് എയിൽ ടോട്ടൽ 12 ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. 12 എണ്ണത്തിനും ആൻസർ ചെയ്യാം. ഒരു ചോദ്യത്തിന് 2 മാർക്ക്. സീലിംഗ് ഉണ്ട്, മാക്സിമം 20 മാർക്കാണ് കിട്ടുക. സോ ഇതാണ് പാർട്ട് എ. 12 ചോദ്യങ്ങൾ തരുന്നു. 12 എണ്ണത്തിനും ആൻസർ ചെയ്യാം, മാക്സിമം 20 മാർക്ക് കിട്ടുള്ളൂ. പാർട്ട് ബിയിലോട്ട് പോകുമ്പോൾ 7 ചോദ്യങ്ങൾ നൽകുന്നു. 7നും ആൻസർ ചെയ്യാം, ഒരു ചോദ്യത്തിന് 5 മാർക്ക്. ബട്ട് അവിടെ സീലിംഗ് ഉണ്ട്, 30 മാർക്കേ ലഭിക്കുള്ളൂ. 7 എണ്ണം തരുന്നു, ഒരെണ്ണത്തിന് 5 മാർക്ക്, മാക്സിമം 30 മാർക്കേ ലഭിക്കുള്ളൂ. അതാണ് പാർട്ട് ബി. പാർട്ട് സിയിലോട്ട് പോകുമ്പോൾ 2 എസ്സേ ചോദ്യങ്ങൾ നൽകുന്നു. ഒരെണ്ണത്തിന് ആൻസർ ചെയ്യണം, ദെൻ 10 മാർക്ക് ഒരെണ്ണത്തിന്. ഇതാണ് എസ്സേ. 2 എണ്ണം തരുന്നു, ഒരെണ്ണത്തിന് ആൻസർ ചെയ്യാം. അപ്പം അങ്ങനെയാണ് ടോട്ടൽ 60 മാർക്ക്. പാർട്ട് എ 20, പാർട്ട് ബി 30, ദെൻ പാർട്ട് സി 10. ഓക്കെ, ഇതാണ് പാറ്റേൺ വരുന്നത്. 2 hours എക്സാം ആണ്, മറക്കരുത്. ഇനി നമുക്ക് കണ്ടൻസിലോട്ട് പോകാം. അപ്പോൾ റിസർച്ച് മെത്തഡോളജി ആണ്. നമ്മൾ 5th ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് പഠിച്ചില്ലേ, അതിലുള്ള പല കാര്യങ്ങളും ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ പേപ്പർ പഠിച്ചതിൻ്റെ ഓർമ്മയുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ റിസർച്ച് മെത്തഡോളജി 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്പർ 1 ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച് ആണ്, ബേസിക്സ്. ദെൻ സോഴ്സസ് ഓഫ് ഡാറ്റ, മൊഡ്യൂൾ നമ്പർ 2. ദെൻ യൂണിറ്റ് നമ്പർ 3 പ്രൈമറി ഡാറ്റ കളക്ഷൻ. ദെൻ യൂണിറ്റ് നമ്പർ 4 സാമ്പിളിംഗ്. യൂണിറ്റ് നമ്പർ 5 റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ. ഇതാണ് 5 മൊഡ്യൂൾസ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം, എസ്സേ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട മൊഡ്യൂൾ, ചങ്ക് മൊഡ്യൂൾസ് ഏതൊക്കെയാണ്. മൊഡ്യൂൾ നമ്പർ 3ഉം 4ഉം ആണ് ഇതിൽ ചങ്ക് മൊഡ്യൂൾസ്. ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന മൊഡ്യൂൾസ് 2 എസ്സേ, 2 മാർക്സ് 5 മാർക്സ് ചോദ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് യൂണിറ്റ് നമ്പർ 3 and 4 ആണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് ഈ 2 യൂണിറ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്നാണ് എല്ലാ ചോദ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുക. ലാസ്റ്റ് ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ 2 യൂണിറ്റിൽ നിന്നാണ് എസ്സേ വന്നിട്ടുള്ളത്. ഇനി ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് ഈ 2 യൂണിറ്റിലത്തെ എസ്സേ ടോപ്പിക്സ് ഫോക്കസ് ചെയ്താൽ അതിൽ നിന്ന് എന്തായാലും കിട്ടും ഒരെണ്ണം. 2 മാർക്സ് ആണെങ്കിലും 5 ആണെങ്കിലും. അപ്പോൾ ഞാനത് പറഞ്ഞു തന്നു. ഇനി നമുക്ക് ഓർഡറിൽ ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള മൊഡ്യൂൾസിൽ നിന്നൊക്കെ 2 and 5 മാർക്സ് ചോദ്യങ്ങളാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ബട്ട് യൂണിറ്റ് നമ്പർ 5 റിപ്പോർട്ട് റൈറ്റിംഗ്, അതിൽ ഫോമാറ്റ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത് എസ്സേക്ക് സാധാരണ നമുക്ക് ബിസിനസ് റിസർച്ച് മെത്തേഡ്സിലൊക്കെ കാണാറുള്ളതാണ്, എസ്സേ സ്കോപ്പ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്നും ഒരു എസ്സേ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ അതും പ്രതീക്ഷിക്കാം. അപ്പോൾ ആദ്യം ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് 2 and 5 മാർക്സ് ചോദ്യങ്ങളാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. വലിച്ചു വാരി പഠിക്കാതിരിക്കുക, ഒരുപാടുണ്ട് ഇതിൽ.
സോ ആദ്യം തന്നെ റിസർച്ച് എന്താണ്, 2 മാർക്സിൻ്റെ റിസർച്ച് എന്താണെന്ന് പഠിക്കുക. റിസർച്ച് ഡിസൈൻ 2 മാർക്സിൻ്റെ പഠിക്കുക. എന്താണ് റിസർച്ച് ഡിസൈൻസ് ചോദിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ അതിന് ശേഷം നമുക്ക് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റിസർച്ച് ഡിസൈൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ അതൊക്കെ 2 മാർക്കിലേക്ക് നോക്കാം കേട്ടോ. റിസർച്ച് എന്താണ്, റിസർച്ച് ഡിസൈൻ, അതാണ് ഞാൻ പറഞ്ഞത്, വലിച്ചു വാരി പഠിക്കാതിരിക്കുക. ദെൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് കാണാം. വാരിയബിൾ എന്താണ്, ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ, എക്സ്ട്രേനിയസ് വാരിയബിൾ, ഈ കൺസെപ്റ്റ് ഇത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്ററിലും കാണാൻ സാധിക്കും. ബട്ട് 2 മാർക്കിൽ വരാറുള്ളതാണ്. എന്താണ് ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ, എന്താണ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ, എന്താണ് എക്സ്ട്രേനിയസ് വാരിയബിൾ. അപ്പോൾ അത് നമുക്ക് വീണ്ടും ഇത് കഴിഞ്ഞാൽ പഠിക്കാനുണ്ട്, എന്നായാലും ഇവിടെ ഒന്ന് നോക്കി വെച്ചോളൂ. ദെൻ അതിനുശേഷം ഡിഫറെൻറ്റ് റിസർച്ച് ഡിസൈൻസ് കാണും. അതിൽ പലതരത്തിലുള്ള റിസർച്ച് ഡിസൈൻസ് ഉണ്ട്, ബട്ട് അത് അങ്ങനെ റിപ്പീറ്റായിട്ട് നമ്മൾ കണ്ടുവന്നിട്ടില്ല. അതിനുശേഷം ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ടൈപ്പ് 5 മാർക്കിൻ്റെലും 2 മാർക്കിൻ്റെലും റിപ്പീറ്റായിട്ട് കാണാറുള്ളതാണ്. ടൈപ്സ് ഓഫ് റിസർച്ചിൽ ഡിസ്ക്രിപ്റ്റീവ് വേഴ്സസ് അനലറ്റിക്കൽ ചോദിക്കാറുള്ളതാണ്. അപ്ലൈഡ് വേഴ്സസ് ഫണ്ടമെൻ്റൽ, ക്വാണ്ടിറ്റേറ്റീവ് വേഴ്സസ് ക്വാളിറ്റേറ്റീവ്, കൺസെപ്ച്വൽ. അപ്പോൾ ഇങ്ങനെ ഈ ടൈപ്സിലെ ഏതെങ്കിലും ഒരെണ്ണം സാധാരണ 2 മാർക്കിൻ്റെയിൽ വരാറുണ്ട്. എസ്പെഷ്യലി ആദ്യം കണ്ട ഡിസ്ക്രിപ്റ്റീവ് വേഴ്സസ് അനലറ്റിക്കൽ ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ രീതിയിൽ നോക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് റിസർച്ച് പ്രോസസ്സാണ്. റിസർച്ച് പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ ചോദ്യമായിട്ട് ചിലപ്പോൾ വരണമെന്നില്ല, ബട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം, ഈ സബ്ജക്റ്റ് മുഴുവൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കൺസെപ്റ്റ് മുഴുവൻ കിട്ടും. കാരണം ഈ റിസർച്ച് പ്രോസസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിനി എല്ലാ ചാപ്റ്ററുകളിലും ഡീറ്റെയിൽ ആയിട്ട് കാണാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് റിസർച്ച് പ്രോസസ്സ് പഠിച്ചാൽ അതിൽ നിന്ന് 2 മാർക്സ് ചോദ്യങ്ങൾ ഒരുപാട് കിട്ടും. എസ് ആയിട്ട് ഇത് ഇടണമെന്നില്ല. കാരണം ഇപ്പോൾ റിസർച്ച് പ്രോബ്ലം എന്താണ്, 2 മാർക്ക് ചോദ്യം. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഹൈപ്പോത്തസിസ് എന്താണ്, 2 മാർക്ക് ചോദ്യം. റിസർച്ച് ഡിസൈൻ, സാമ്പിൾ ഡിസൈൻ, പിന്നെ കളക്ടിങ് ഡാറ്റ, അതുപോലെ തന്നെ അനാലിസിസ് ഓഫ് ഡാറ്റ, അതുപോലെ തന്നെ ലാസ്റ്റ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ, ഇതൊക്കെയാണ് ഇതിൽ വരുന്ന സ്റ്റേജസ്. ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് നമുക്ക് സെപ്പറേറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ റിസർച്ച് പ്രോസസ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് എസ് എക്ക് വലിയൊരു ടോപ്പിക്കായിട്ട് വരണമെന്നില്ല, 2 മാർക്കിൻ്റെ നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ്. ദാറ്റ്സ് അബൌട്ട് ആദ്യത്തെ യൂണിറ്റ്. അപ്പോൾ ആദ്യത്തെ യൂണിറ്റിൽ നിന്ന് 2 മാർക്കിൻ്റെ ബേസിക് ചോദ്യങ്ങളും 5 മാർക്കിൻ്റെ ടൈപ്സ് ഓഫ് റിസർച്ചിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെയാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. വലിച്ചു വാരി പഠിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. 2 and 5 മാർക്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനി സോഴ്സസ് ഓഫ് ഡാറ്റ. സോ ഇതിൽ നിന്ന് 2 and 5 മാർക്സ് ചോദ്യങ്ങൾ ഒരുപാട് വരും. പ്രൈമറി ഡാറ്റ, സോഴ്സസ് ഓഫ് ഡാറ്റ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ ആണ്. പ്രൈമറി ഡാറ്റ എന്താണ്, സെക്കൻഡറി ഡാറ്റ എന്താണ്. അപ്പോൾ കളക്ഷൻ ഓഫ് പ്രൈമറി ഡാറ്റ, അതിലാണ് നമുക്ക് ഒബ്സർവേഷൻ മെത്തേഡ് ഉണ്ട്, ഇൻ്റർവ്യൂ മെത്തേഡ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പ്രൈമറി ഡാറ്റ, അതെങ്ങനെയാണ് കളക്ട് ചെയ്യണം. ഒബ്സർവേഷൻ മെത്തേഡിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് 2 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാറുണ്ട്. ഇൻ്റർവ്യൂ മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലതരത്തിലുള്ള ഇൻ്റർവ്യൂ. അപ്പോൾ ഒബ്സർവേഷനും നോക്കണം, ഇൻ്റർവ്യൂ നോക്കണം, പിന്നെ ക്വസ്റ്റ്യനെയർ ഉണ്ട്, ഷെഡ്യൂൾ ഉണ്ട്, 2 മാർക്കിന് വരാറുള്ളതാണ്. അപ്പോൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് എക്സാമിന് ചോദിക്കാം. എന്താണ് പ്രൈമറി ഡാറ്റ, ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് പ്രൈമറി ഡാറ്റ, ദെൻ ഏതൊക്കെ രീതിയിൽ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാം. നമ്പർ 1 ഒബ്സർവേഷൻ, നമ്പർ 2 ഇൻ്റർവ്യൂ, നമ്പർ 3 ഈ പറയുന്ന ക്വസ്റ്റ്യനെയർ, ദെൻ ഷെഡ്യൂൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടോപ്പിക്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇനി വീണ്ടും കാണാൻ സാധിക്കും. ഇനി സെക്കൻഡ് ഡാറ്റ എന്താണ്, അതും പഠിക്കണം, അതിൻ്റെ സോഴ്സസ് നോക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ 5 മാർക്കിൻ്റെ വരാം. പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ അതിന് ശേഷം നമുക്കുള്ള ടോപ്പിക്ക് സ്കെയിൽസ് ഓഫ് മെഷർമെൻ്റ് ആണ്. മെഷർമെൻറ്റ് ഓഫ് സ്കെയിൽ, അതിലുള്ള പല കാര്യങ്ങളും 2 മാർക്കിൻ്റെ വരാറുള്ളതാണ്. നോമിനൽ സ്കെയിൽ എന്താണ്, ഓർഡിനൽ സ്കെയിൽ എന്താണ്, ഇൻ്റർവെൽ, അതുപോലെ തന്നെ റേഷ്യോ നിർബന്ധമായും പഠിക്കണം. അതുപോലെ തന്നെ ടൈപ്സ്, അതിനുശേഷം താഴെ കാണാൻ സാധിക്കും പലതരത്തിലുള്ള സ്കെയിലിംഗ് ടെക്നിക്കുകൾ. അതിൽ ലിക്വിഡ് സ്കെയിൽ എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ അത് നോക്കിയിരിക്കണം കേട്ടോ. ഏതെങ്കിലും ഒരു സ്കെയില് 2 മാർക്കിൻ്റെ എല്ലാ പേപ്പറിലും വരാറുണ്ട്. ലിക്വിഡ് സ്കെയിലോ സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിലോ എപ്പോഴും വരാറുള്ളതാണ്. ഇതൊക്കെ 2 മാർക്ക് ചോദ്യങ്ങളാണ് കേട്ടോ. സ്കെയിലിംഗ് ടെക്നിക്സ് ഞാൻ പറഞ്ഞു, അതിൽ ഇൻ്റർവെല്, റേഷ്യോ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് 2 മാർക്കിൻ്റെ വരാം. അല്ലെങ്കിൽ മെഷർമെൻറ്റ് ഓഫ് സ്കെയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 5 മാർക്ക് കൂടാം. അതുപോലെ തന്നെ ലിക്വിഡ് സ്കെയിൽ, സെമാൻറ്റിക്
സ്കെയിൽ അതൊക്കെ നമുക്ക് 2 മാർക്കിൻ്റെ സെപ്പറേറ്റും ചോദിക്കാം. ഇനി 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ചോദ്യമാണ് വാലിഡിറ്റി എന്താണ്, വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി കൺസെപ്റ്റ് എന്താണ്. ഇന്റേണൽ വാലിഡിറ്റി 2 മാർക്സ് ചോദ്യം, എക്സ്റ്റേണൽ വാലിഡിറ്റി, ഇൻസ്ട്രുമെന്റ് വാലിഡിറ്റി, കൺസ്ട്രക്ട് വാലിഡിറ്റി. വാലിഡിറ്റി എന്താണ് ചോദിക്കാറുണ്ട്, റിലയബിലിറ്റി എന്താണ് ചോദിക്കാറുണ്ട്, സെപ്പറേറ്റ് 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് നമുക്ക് സോഴ്സസ് ഓഫ് ഡാറ്റയിൽ പഠിക്കാനുള്ള മെയിനായിട്ട് എന്താണ് സോഴ്സസ് ഓഫ് ഡാറ്റ. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി ഡാറ്റ പല കളക്ഷൻ മെത്തേഡ്സ് പറഞ്ഞു. ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, ഷെഡ്യൂൾ എന്തൊക്കെ എന്നുള്ളത് സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്നെയർ ഇനി സെക്കൻഡറിയും പഠിക്കണം. അതിനുശേഷം മെഷർമെൻറ്റ് ഓഫ് സ്കെയിൽ ചോദിക്കാറ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഷർമെൻറ്റ് ഓഫ് സ്കെയിൽ ചോദിക്കാറുണ്ട്. അതിൽ ഇതൊക്കെ 2 മാർക്കാണ് കൂടുതൽ. പിന്നെ പലതരത്തിലുള്ള സ്കെയിലിംഗ് ടെക്നിക്സിലുള്ള ഏതെങ്കിലും പറഞ്ഞു. റിലയബിലിറ്റിയും വാലിഡിറ്റിയും 2 മാർക്സ് ചോദ്യത്തിലും വരാറുണ്ട്. ഇനി നമ്മുടെ പ്രൈമറി ഡാറ്റ കളക്ഷൻ സോഴ്സസ് ഓഫ് ഡാറ്റയിൽ പറഞ്ഞു. അതിൽ നമ്മൾ ഒബ്സർവേഷനും ഇൻ്റർവ്യൂ ഒക്കെ കണ്ടില്ല, അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ് ഇനി യൂണിറ്റ് നമ്പർ 3. ഓക്കെ, അപ്പോൾ അതിൽ ഒബ്സർവേഷൻ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, പലതരത്തിലുള്ള ഒബ്സർവേഷൻ. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടതാ, അത് കുറച്ച് ഡെപ്തിൽ പഠിക്കാനുള്ളതാണ്. എന്താണ് ഒബ്സർവേഷൻ, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നമ്മൾ നേരത്തെ കണ്ടത് തന്നെ വീണ്ടും വരുന്നു. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻസ് മാത്രമാണ് ഇതിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാനുള്ള. മിക്കതും ആ ഒബ്സർവേഷൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും തന്നെയാണ് കൂടുതൽ ചോദിക്കാറുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഇൻ്റർവ്യൂ, അതിനുശേഷം ഫോക്കസ് ഗ്രൂപ്പ് എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരാറുള്ളതാണ്, അതിലുള്ളതാണ്. പിന്നെ ബിഹേവിയർ മാപ്പിംഗ് 2 മാർക്സ് റിപ്പീറ്റ് ചോദ്യം. ഡെൽഫി സ്റ്റഡി 2 മാർക്സ് ചോദ്യം. ഇതൊക്കെ 2 മാർക്സിൻ്റെ റിപ്പീറ്റാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ്. ഒബ്സർവേഷനും ഇൻ്റർവ്യൂ എന്തായാലും പഠിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും വരാറുള്ളതാണ്. ഇൻ്റർവ്യൂ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിനിൽ വരും. പേഴ്സണൽ ഇൻ്റർവ്യൂ, സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, ക്ലിനിക്കൽ ഇൻ്റർവ്യൂ, മെയിൽ ഇൻ്റർവ്യൂ, ടെലഫോണിക് ഇൻ്റർവ്യൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഐ റിപ്പീറ്റ്, ഒബ്സർവേഷൻ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ്, ഇൻ്റർവ്യൂ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ്, ഇൻ്റർവ്യൂവിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കുക, അതിലുള്ള പല കാര്യങ്ങളും 2 മാർക്കിൻ്റെ സെപ്പറേറ്റും വരാം. ഓക്കെ, ഇനി പൈലറ്റ് സ്റ്റഡി എന്താണ്, 2 മാർക്ക് ചോദ്യം. ദെൻ അതിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ റീസൺസ് ഫോർ കണ്ടക്ടിങ് പൈലറ്റ് സ്റ്റഡി. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ essay ചോദിച്ചതാണ്. ഐ റിപ്പീറ്റ്, പൈലറ്റ് സ്റ്റഡി എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, റീസൺസ് ഫോർ കണ്ടക്ടിങ് പൈലറ്റ് സ്റ്റഡി, essay ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അതാണ് ആ ഒരു ഏരിയ. പിന്നെ ഈ ക്വസ്റ്റ്നെയർ ആണ് നെക്സ്റ്റ്. എന്താണ് ക്വസ്റ്റ്നെയർ എന്ന് നോക്കുക. അതിൽ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്ക് വരും. ഇപ്പോൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്താണ്, ക്ലോസ് എൻഡഡ്, MCQ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ഡിക്കോട്ടമസ് ക്വസ്റ്റ്യൻ എന്താണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പറയണതാണ്. അത് 2 മാർക്കിനിൽ വരാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിറ്റ് നമ്പർ 3. അപ്പോൾ യൂണിറ്റ് നമ്പർ 3 ഈസി ആയിട്ട് അവസാനിപ്പിക്കാൻ എങ്ങനെ പറ്റും, യൂണിറ്റ് നമ്പർ 2 നമ്മൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളുടെയും എക്സ്റ്റൻഷനാണ് യൂണിറ്റ് നമ്പർ 3. എസ്പെഷ്യലി ഒബ്സർവേഷനും ഇൻ്റർവ്യൂവും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ, ഓൾറെഡി സെക്കൻഡ് യൂണിറ്റിൽ നോക്കിയാൽ അത് പിന്നെ ഇവിടെ അധികം ഇല്ല. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂവിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, പിന്നെ പൈലറ്റ് സ്റ്റഡീനെ റിലേറ്റ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ ബിഹേവിയർ മാപ്പിംഗ്, ഡെൽഫി സ്റ്റഡി, ഇതൊക്കെ 2 മാർക്സിന് നമ്മൾ എന്തായാലും ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഇൻ്റർവ്യൂവിലെ ഡിഫറെൻറ്റ് ടൈപ്സ്, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ ഡിക്കോട്ടമസ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ്, ഓപ്പൺ എൻഡഡ്, ക്ലോസ് എൻഡഡ്, ഇതൊക്കെ നോക്കിയിരിക്കണം. ഇതൊക്കെ 2 മാർക്സ് ചോദ്യങ്ങളാണ്. ഓക്കെ, മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 4, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂൾ. 5 മൊഡ്യൂളിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട മൊഡ്യൂൾ ഏതാണെന്ന് ചോദിച്ചാൽ ഞാനിതാ പറയാം. കാരണം ഇതിൽ നിന്ന് 3 പാർട്ടിലും ചോദ്യങ്ങൾ വരും. essay ലാസ്റ്റ് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല. ലാസ്റ്റ് 3 ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാൽ ഇതിൽ നിന്നാണ് essay കമ്പൽസറി. അപ്പോൾ സാമ്പിളിങ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിങ്, ഇതാണ് essay. അത് മാത്രമല്ല അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, ഇതാണ് മാറി മാറി വരുന്ന essay. അപ്പോൾ സാമ്പിളിങ് എന്താണ് 2 മാർക്സ്. അതുപോലെ പോപ്പുലേഷൻ എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യം. സാമ്പിളിംഗ് ഫ്രെയിം 2 മാർക്കിൻ്റെ ചോദ്യം. സാമ്പിളിംഗ് വേഴ്സസ് സെൻസസ് എന്താണെന്നുള്ളത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൽ essay എന്ന് പറയുന്നത് ഇതാണ്. essay മാത്രമല്ല, അത് 5 മാർക്കിൻ്റെയിലും 2 മാർക്കിൻ്റെയിലും ഒക്കെ ഇതിൽ നിന്ന് വരും. ടൈപ്സ് ഓഫ് സാമ്പിളിങ്ങിൽ പ്രോബിലിറ്റി സാമ്പിളിംഗ് ആണ്. അതിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ്, ക്ലസ്റ്റർ, സിസ്റ്റമാറ്റിക്,
നോൺ പ്രോബിലിറ്റിയിൽ കൺവീനിയൻസ്, ക്വാട്ട, സ്നോബോൾ, ഇതൊക്കെ ക്ലസ്റ്റർ എന്താണ് 2 മാർക്ക്, ക്വാട്ട എന്താണ് 2 മാർക്ക്, സ്നോബോൾ സാമ്പിളിംഗ് എന്താണ് 2 മാർക്ക്, സ്ട്രാറ്റിഫൈഡ് ഇതൊക്കെ 2 മാർക്കിന് സെപ്പറേറ്റും ചോദിക്കും. അതുമാത്രമല്ല SAക്കുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ ഈ പറഞ്ഞത്. ദെൻ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കിയിരിക്കണം. ഇനി നെക്സ്റ്റ് ഇതിൽ 2 മാർക്കിൻ്റെ വരുന്നത് സാമ്പിളിംഗ് എറർ എന്താണ്, നോൺ സാമ്പിളിംഗ് എറർ എന്താണ്, 2 മാർക്കിൻ്റെ നോക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ സാമ്പിളിങ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിന് വരാം. അതിൻ്റെ ബെനഫിറ്റ്സ് മറ്റു കാര്യങ്ങൾ നോക്കിയിരിക്കണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇത്ര കാര്യങ്ങൾ നോക്കിയാൽ 3 പാർട്ടിലും ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ആദ്യം തന്നെ സാമ്പിളിങ് വേണമെങ്കിൽ പഠിച്ച് അവസാനിപ്പിക്കാം, ഈസിയാണ്. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോയാലും മതി. ഇനി മൊഡ്യൂൾ നമ്പർ 5, ലാസ്റ്റ് മൊഡ്യൂൾ റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ BRM 5th സെമസ്റ്ററിൽ പഠിച്ച റിസർച്ച് മെത്തേഡ്സിൽ ഇതിൽ നിന്ന് എപ്പോഴും essay വരാറുള്ളതാണ്. അവിടെ 4 essay ഉണ്ടല്ലോ, ഇവിടെ 2 ഉള്ളൂ. അപ്പോൾ ഇതിൽ എന്താണ് റിപ്പോർട്ട് റൈറ്റിംഗ്, റിസർച്ച് റിപ്പോർട്ട് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. ടൈപ്സ് ഓഫ് റിപ്പോർട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ വരാറുള്ളതാണ്. ഇപ്പോൾ എന്താണ് പ്രപ്പോസൽ, ഏറ്റവും കൂടുതൽ കണ്ടുവന്നുള്ള ചോദ്യം ടൈപ്സ് ഓഫ് റിപ്പോർട്ടിൽ ഇപ്പോൾ പീരിയോഡിക് റിപ്പോർട്ട് എന്താണ് 2 മാർക്കിൻ്റെ വന്നിട്ടുണ്ട്. ടെക്നിക്കൽ റിപ്പോർട്ട്, പോപ്പുലർ റിപ്പോർട്ട്, അതൊക്കെ 2 മാർക്ക് കേട്ടോ. essay എന്ന് പറയാനുള്ളത് റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഫോമാറ്റാണ്, കണ്ടൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്. ഇതാണ് ഇതിൽ essayക്ക് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യം, കണ്ടൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്. പിന്നെ റെഫറൻസ് എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യം. APA നമുക്ക് MLA ഒക്കെ ഉണ്ട് സ്റ്റൈലുകൾ. അപ്പോൾ ഇതിലെ റെഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിബ്ലിയോഗ്രഫി എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യം, വളരെ ഇമ്പോർട്ടൻ്റ്. APA സ്റ്റൈൽ നോക്കി വയ്ക്കുക, MLA നോക്കുക. പിന്നെ ഡോക്യുമെൻറ്റേഷൻ 2 മാർക്കിൻ്റെ ചോദ്യം. ഫുഡ് നോട്ട് 2 മാർക്കിൻ്റെ ചോദ്യം, കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ നടന്നതാണ്. എന്താണ് ഫുഡ് നോട്ട്? ബിബ്ലിയോഗ്രഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസർച്ച് റിപ്പോർട്ട് എന്താണ്, കണ്ടൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. റെഫറൻസ്, ബിബ്ലിയോഗ്രഫി, ഫുഡ് നോട്ട്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യം. APA സ്റ്റൈൽ എന്താണെന്നുള്ളത് നോക്കുക, 2 മാർക്കിൻ്റെ ചോദ്യം. ഡോക്യുമെൻറ്റേഷൻ 2 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ ഇത്രയാണ് ഇതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ 5 മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത്, ഇപ്പോൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചോളൂ. അതല്ലാണ്ട് ഒന്നും കഴിയാണ്ടിരിക്കുന്ന കുട്ടികൾ സാമ്പിളിങ് ആദ്യം അവസാനിപ്പിക്കുക. പിന്നെ യൂണിറ്റ് നമ്പർ 3 പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, സോഴ്സസ് ഓഫ് ഡാറ്റ, അത് പഠിച്ചാൽ തന്നെ യൂണിറ്റ് നമ്പർ 4 പല കാര്യങ്ങളും കഴിയും. അപ്പോൾ 4 പഠിച്ചോ, സെക്കൻഡ് പഠിച്ച് പിന്നെ 3rd പോയാലും മതി, മനസ്സിലാവുണ്ടോ? എന്നിട്ട് ഫസ്റ്റ് പഠിച്ചാലും നോ പ്രോബ്ലം. ദെൻ ലാസ്റ്റ് ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞു ഞാൻ. അപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, എന്തിനാത് എല്ലാതും പറയുന്നുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എന്താണ് 100% മാർക്സ് സ്കോർ ചെയ്യണം എന്നുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി ലാസ്റ്റ് മൊമെൻറ്റിൽ എങ്ങനെയും പാസ്സായാൽ മതി എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതും കൂടിയും പറയണത്. സാമ്പിളിങ്ങിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം, യൂണിറ്റ് നമ്പർ 2 നോക്കാം, അപ്പോൾ തന്നെ പാസ്സായി. യൂണിറ്റ് നമ്പർ 2ൻ്റെ എക്സ്റ്റൻഷനാണ് 3, പിന്നെ 5 ചെറുതാണ്, അതിനുശേഷം 1 പഠിച്ചാലും മതി. അപ്പോൾ ഈ ഓർഡറിൽ പഠിക്കുക. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതെയുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ എക്സാം റിലേറ്റഡ് ലൈവ് ആണ് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എന്നാണെന്നുള്ളതിൻ്റെ പോസ്റ്റ് ഞാൻ ചാനലിൽ ഇടുന്നതായിരിക്കും. വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. മോസ്റ്റ്ലി ലൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ മിക്കതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ ആദ്യം ലൈവ് ചെയ്യുക, എല്ലാ സബ്ജക്റ്റിൻ്റെയും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് ടോപ്പിക്സ് ഒക്കെയാണ് ഡിസ്കഷന് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക, അതനുസരിച്ച് ഞാൻ ലൈവിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.